ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Buy now, pay later. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ അഗ്നിമോക്ഷം കഥകളി പുതിയ രീതിയിൽ അവതരിപ്പിച്ചു. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ കഥകളി കാണാനെത്തി. അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിൽ കഥകളിയിൽ പുതിയ പരീക്ഷണങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നവധാര പെർഫോമിംഗ് ആർട്സ് സെന്റർ ഞായറാഴ്ച രാത്രി കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ കലാമണ്ഡലം മുൻ HOD രാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. കഥാപാത്രമായി മാറുന്നത് ഈ വേഷവിധാനം കൊണ്ടാണ്. അതിനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചില ചില്ലറ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ അഗ്നി ഒരു സാധാരണ നിലയ്ക്ക് കഥകളിയിലെ അഗ്നി പച്ചവേഷം പോലെയാണ്. അപ്പോൾ പച്ചവേഷമാണ്, പക്ഷേ മുഖത്ത് ചുവപ്പാണ് തേക്കുക പച്ചയ്ക്ക് പകരം. ആ വേഷം പക്ഷേ ഇവിടെ തെരനോക്കുണ്ട്. അഗ്നിയുടെ കുറേയും കൂടിയും ഉദ്ധതനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അത് പറ്റില്ല. അപ്പോൾ ചുവന്നതാടിയോട് ഏതാണ്ട് സാമ്യമുള്ള അല്ലെങ്കിൽ ചുവന്നതാടിയായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വേഷം അവിടെ ഉണ്ടാവണം. ചടങ്ങിൽ പാഞ്ഞാൾ ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി പങ്കെടുത്തു. കഥകളിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ അപൂർവവും കലാരൂപത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണെന്ന് അഗ്നിമോക്ഷത്തിന്റെ സംവിധായകനായ കലാമണ്ഡലം രാജേഷ് പറഞ്ഞു. നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ച അഗ്നിമോക്ഷത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചത് കലാമണ്ഡലം അരവിന്ദാണ്. കലാമണ്ഡലം ശ്രീജിത്ത് മാരാരാണ് സംഗീത സംവിധാനം. ചന്ദ്രൻ KT, ജയകൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരായിരുന്നു. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.